സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി ഇന്ന് രൂപീകരിച്ചേക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പട്ടിക സമർപ്പിക്കാൻ കൂടുതൽ സമയം ചാൻസലർ തേടിയതോടെയാണ് ഇന്നത്തേക്ക് മാറ്റിയത്. സംസ്ഥാന സർക്കാർ ഇതിനോടകം പട്ടിക കൈമാറിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഈ വിഷയത്തിൽ ഏത് രീതിയിലായിരിക്കും ഇന്ന് സുപ്രീം കോടതിയുടെ നടപടികൾ ഉണ്ടാവുക? ക്രിസ്റ്റീന, റീജിത്ത്, ഏറെക്കാലമായി ഗവർണറും സർക്കാരും തമ്മിൽ നിലനിന്നിരുന്ന ഒരു ഏറ്റുമുട്ടലിലാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ പരിഹാരമാകാൻ പോകുന്നത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VCയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിക്ക് ഇന്ന് സുപ്രീം കോടതി രൂപം നൽകും. ഇതിനായി നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പട്ടിക, സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ പട്ടിക സംസ്ഥാന സർക്കാർ കൈമാറിയിട്ടുണ്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ. എന്നാൽ കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചാൻസലർ അല്ലെങ്കിൽ ഗവർണർ കൂടുതൽ സമയം തേടുകയായിരുന്നു. ഇന്ന് അറ്റോർണി ജനറൽ ഈ ചാൻസലറുടെ പട്ടിക സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. തുടർന്ന് ആയിരിക്കും UGC അംഗത്തെ പ്രതിനിധി കൂടി ഉൾപ്പെടുത്തിയുള്ള സെർച്ച് കമ്മിറ്റിക്ക് സുപ്രീം കോടതി രൂപം നൽകുക. ജസ്റ്റിസ് പർദിവാലയുടെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഈ സുപ്രീം കോടതി രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഈ സാങ്കേതിക സർവകലാശാല VCയുടെ നിയമനത്തിൽ ഏറെ നിർണായകമാകും. ക്രിസ്റ്റീന, റീജിയൻ. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.